നമസ്കാരം. ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ്. എല്ലാ ദിവസവും അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും കാണുന്ന പോലെ ഒരു ഷോർട്സ് ആയിട്ടല്ല ഞാൻ വന്നേക്കുന്നത്. ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് ഈ വീഡിയോ തികച്ചും പേഴ്സണലാണ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒരു കോർ മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിന്ന് ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഫ്യൂച്ചറിൽ എൻ്റെ ഫ്രണ്ട്സിന് എനിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. എനിക്ക് ഇവിടെ നോക്കണമെന്ന് അറിയത്തില്ല, ഇവിടെ നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. കാരണം ഇന്ന് വേറെ ഒന്നുമല്ല, ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് മീറ്റ് ചെയ്യാൻ പോകണതാണ്. ബിക്കോസ് ഓഫ് വൺ പേഴ്സൺ. ആ ആള് ഇന്ന് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങൾ വരാൻ അവർ ബെൻഷൻ ഞാൻ ഇവിടെ കൊണ്ടുവരാം. സോ അവരുടെ ബർത്ത്ഡേ കൂടിയാണിന്ന്. അപ്പോൾ ഞങ്ങൾ ഇത്ര സീരിയസ് ആക്കി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊരു റീസണും കൂടിയുണ്ട്. അതും ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. ജൂൺ 23, 2026 എൻ്റെ 23rd ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും വരണം. രാവിലെ വന്ന് വൈകിട്ട് എന്തെങ്കിലും ട്രെയിൻ ഉണ്ടാവും, അതിന് തിരിച്ചു പോകാൻ. ആരൊക്കെ വരും? അക്കു, നൂർ, നിരൂപേട്ടൻ, ജോഷി, ഗുരു, അലീന. അപ്പോൾ എന്തായാലും പോകണ്ടേ, എന്തായാലും പോകാൻ പോവാണ്. അതുമാത്രമല്ല, ഞങ്ങൾ ഇന്ന് ടീം പള്ളിയങ്ങാടിയുടെ ഒരു റീയൂണിയനും കൂടിയാണെന്ന്. കോളേജ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഞങ്ങളുടെ നൂർബിനയുടെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പറഞ്ഞേക്കുന്നത് ഇത് ലാസ്റ്റ് മീറ്റപ്പാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് മീറ്റപ്പാണ് ഡാഡി, ഇത് ലാസ്റ്റ് മീറ്റപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരാൻ പോകുന്നത്. പക്ഷേ ഇന്നത്തോടുകൂടി എനിക്കൊന്നും ഇത് 16ാമത്തെ ലാസ്റ്റ് മീറ്റപ്പാണ് ഞങ്ങളുടെ. കാരണം ഞങ്ങൾ എപ്പോൾ സമയം കിട്ടിയാലും ഞങ്ങൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി ഞങ്ങൾ ഇതില് വെയിറ്റിംഗ് ആണ്. വേറെ ഒന്നും കൊണ്ടല്ല. ഇത് എത്ര നാളെ ലാസ്റ്റ് ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടാകും. അത് ലൈഫാണ്. നമ്മൾ പോണത്ര നന്നായിട്ട് പോവുക. അത് കഴിഞ്ഞ് ലൈഫിൽ എന്ത് ചേഞ്ചസ് ഉണ്ടായാലും അത് അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ തന്നെയാണ് സംഭവം. പക്ഷേ എൻ്റെ PG ഫ്രണ്ട്സ് ഇസ് ജസ്റ്റ് ഡിഫറെൻറ്റ് ഗൈസ്. അത് നിങ്ങൾ കാണുന്നവരോ അല്ലെങ്കിൽ കേൾക്കണവരോ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും ചിരിയോ എന്തെങ്കിലുമൊക്കെ വന്നെന്ന് വരാം. പക്ഷേ ഞങ്ങൾ കുറേ തല്ലു പിടിച്ചിട്ടുണ്ട്, കുറേ വഴക്കിട്ടിട്ടുണ്ട്, കുറേ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും പ്രശ്നം നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ ഇത് സോൾവ് ആയിട്ടുണ്ട്. ഒന്നും ആരും മനസ്സിൽ കൊണ്ടുവന്ന് അങ്ങനത്തെ ഒരു പരിപാടിയില്ല നമ്മുടെ ഈ പറഞ്ഞ കോളേജ് ഇതിൽ. സോ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. പക്ഷേ വഴിയേ എല്ലാം ഞാൻ പറയാം. അപ്പോൾ നമുക്ക് തൃശ്ശൂർക്ക് പോകാം. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ടുഡേ വിൽ ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ മെമ്മറി ടുഗെദർ. സോ നമുക്ക് പോകാം. വലിയ കാര്യത്തിന് ഇറങ്ങിയതാണ്. പക്ഷെ ഞാൻ ലേറ്റായി. ട്രെയിൻ കറക്റ്റ് ടൈമിലാണ്, പക്ഷെ ഞാൻ ലേറ്റായി. ഒരു വണ്ട് തിന്നപ്പൂവൊരുത്തി തണ്ടൊടിഞ്ഞ ചെമ്പരത്തി കിട്ടി ജാൻസിറാണി പാട്ടൊടിഞ്ഞ കാശാവാണി ട്രെയിൻ വന്ന് ഭയങ്കര ഒരു മണോ അല്ലേ ട്രെയിൻ വന്നപ്പാ. ഇനി വേണീനെ അന്വേഷിക്കണം. വേണി പുറത്തു കൂടി കൈയിടാന്ന പറഞ്ഞു. വേണീനെ കിട്ടി. വേണീനെ കിട്ടി. എങ്ങോട്ടാ പോണ? തൃശ്ശൂരല്ലേ പരിപാടി? പറയാം. ഞങ്ങൾ തൃശ്ശൂരെത്തി. സ്റ്റേഷനിലെത്തി നിൽക്കണേണ്. ഒച്ച എന്തെങ്കിലും മൈക്കില്ല. ഒച്ചത്തി പറ. നൂർബിനെയും കണ്ടുപൊട്ടി. തൃശ്ശൂർ വന്ന് നേരെ പരിപാടിയാണ്. ബെനച്ചിപ്പോ നമ്മളോട് പറഞ്ഞേക്കണതേ നെഹദി മന്ദിയിലോട്ട് വരാനാണ്. അവിടെ നിന്നാണ് അവളെ നമുക്ക് വേണ്ടിയുള്ള ട്രീറ്റ്. സോ ഞാൻ നൈസായിട്ട് ഫോൺ മാറ്റി. വേറെ ഒന്നുമല്ല, നമ്മുടെ ടീംസിന്
ഐഫോൺ ഉള്ള ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. അതും ചില്ലറ ഐഫോൺ അല്ല, ഏതാണ് ഐഫോൺ 7. സോ കുറച്ച് ക്വാളിറ്റിയിൽ ഇനി ഇപ്പൊ വീഡിയോ കിട്ടും. എല്ലാവരും പച്ചക്കോലും ഫാനടിച്ച് തൃശ്ശൂർ ഭയങ്കര വെയിലാണ്. നമ്മുടെ ബർത്ത്ഡേ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഷൊണ്ണ എന്റെ യൂട്യൂബ് ചാനലിലോട്ടുള്ളതാ. ബർത്ത്ഡേ ആയിട്ട് എന്താ പറയാ? 23 വയസ്സ് തികഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും ഒന്ന് ശുഭമംഗളകാരി അമ്മായി വന്ന് അമ്മച്ചി എനിക്ക് ദിനമേടെ വീടിനടുത്ത് വീട് എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്ത് നിനക്ക് ശിക്ഷ. കടിഞ്ഞാറ് നിന്നൊരു മാടൻ കരിമാടൻ തനിമാന്ത നിനക്ക് ശിക്ഷ. ദിനമേടെ വീടിനടുത്ത് വീട് എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്ത് ദിനമേടെ വീടിനടുത്ത് വീട് എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്ത് ദിനമേടെ വീടിനടുത്ത് വീട് എല്ലാവരും ഇരുന്ന് കണ്ടോണ്ടിരിക്കുക. ദിവസം കോളേജിൽ
വീട്ടിലോട്ട് പോകാൻ ട്രെയിൻ കയറാൻ പോകും. ഒന്നും കൂടി പറ. ഒന്നു ചേ